കാട്ടാക്കടയിൽ 2.5 വയസ്സുള്ള കുഞ്ഞ് കിണറ്റിൽ വീണു. കാട്ടാക്കട നക്രാഞ്ചിറ അരുവിമുഖം അശ്വതിയുടെ 2.5 വയസ്സുള്ള കുഞ്ഞ് വൈകയാണ് ഇന്നലെ ഉച്ചയ്ക്ക് 3:30 മണിയോടെ കിണറ്റിൽ വീണത്. കിണറ്റിന്റെ സുരക്ഷാ മതിലിന്റെ പൊക്കം വളരെ കുറവായിരുന്നു. കിണറ്റിന്റെ സമീപത്തായി കളിച്ചുകൊണ്ടിരുന്ന കുട്ടി അപ്രതീക്ഷിതമായാണ് കിണറ്റിലേക്ക് വീണത്. കുഞ്ഞിന്റെ മാതാവായ അശ്വതി ഉൾപ്പെടെയുള്ളവർ ബഹളം വച്ചതോടെ സമീപവാസികൾ ഓടിയെത്തി. ഉടൻ തന്നെ കാട്ടാക്കട അഗ്നിരക്ഷാ നിലയത്തിൽ വിവരമറിയിക്കുകയും ചെയ്തു. ഇതിനിടെ നാട്ടുകാരിൽ ചിലർ കിണറ്റിലിറങ്ങി മോട്ടറിന്റെ കയറിൽ പിടിച്ചുകിടന്ന കുട്ടിയെ പുറത്തേക്ക് എത്തിച്ചു. തുടർന്ന് അഗ്നിരക്ഷാ നിലയത്തിലെ ആംബുലൻസിൽ കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. കുട്ടിക്ക് നിസ്സാര പരിക്കുകൾ മാത്രമാണ് പറ്റിയിട്ടുള്ളത്. നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടലിനെ തുടർന്നാണ് കുട്ടിയെ വേഗം രക്ഷിക്കാൻ സാധിച്ചത്. ഇന്നലെ വൈകുന്നേരത്താണ് ഈ സംഭവം ഉണ്ടായത്. കുഞ്ഞ് സാധാരണ ഓടി കളിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ അംഗനവാടി പോയിട്ട് വന്നിട്ട് ഇവിടെ ഓടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അമ്മയുടെ അമ്മയുണ്ട് ഇവിടെ. 2 പേരാണ്, അവർ 3 പേരാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അവർ അടുക്കളയിൽ പണിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഇടയ്ക്ക് കുഞ്ഞിനെ തിരക്കുമ്പോഴാണ് കാണാനില്ല. അങ്ങനെ വിളിച്ചിട്ട് കാണാതെ വന്നപ്പോഴാണ്. അപ്പോൾ ആ കിണറിൻ്റെ സൈഡ് ആൾമറ ഹൈറ്റ് കുറവാണ്, അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് അങ്ങനെ വഴുതി പോയതായിരിക്കും. പക്ഷേ നെറ്റൊക്കെ ഉണ്ടായിരുന്നുണ്ട്. നെറ്റിൽ കുടുങ്ങിയാണ്. വലിയ അപകടമില്ലാതെ ആ നെറ്റോടുകൂടി പോയതുകൊണ്ട് സേഫായി കുഞ്ഞ് അകത്ത് വീഴുന്ന സ്ഥിതിയുണ്ടായി. പോയിട്ട് വന്നതായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ നഴ്സറിയിൽ പോയിട്ട് വന്നപ്പോൾ കോഴിക്കോട്ടിന് അവൾ അവിടെ നിൽക്കലായിരുന്നു. ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ ഞാൻ താഴോട്ട് ഓടിയിട്ട് കണ്ടില്ല. മുകളിലോട്ട് പോയി അപ്പോൾ കണ്ടില്ല. പിന്നെ ഞാൻ കെൻറ്റിൻ്റെ അവിടെ ചെന്ന് നോക്കിയിട്ട് അവിടെ വിളിച്ചിട്ട് കേൾക്കില്ല. ഞാൻ ലച്ചു എന്ന് വിളിച്ചിട്ട് അപ്പോഴാ കെൻറ്റിനകത്ത് നിന്ന് അമ്മ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ഓടിച്ചെന്ന് അടുത്ത വീട്ടിൽ നിന്ന് ചേട്ടന്മാർ അവിടെ പണി ചെയ്തുകൊണ്ടിരുന്നു. ആ ചേട്ടന്മാരെ ഞാൻ വിളിച്ച് പറഞ്ഞു, ചേട്ടാ എൻ്റെ കൊച്ച് കെൻറ്റി വീഴുന്നു, ചേട്ടാ ഓടി വാങ്ങി പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും ഓടി വന്ന് അവർ ഒരു ചേട്ടൻ താഴെ ഇറങ്ങി കെൻറ്റിൽ നിന്ന് കൊച്ചിനെ എടുത്തിട്ട് ചേട്ടനെങ്കിൽ കയറി വരാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോഴത്തേന് അവിടെ നിന്ന് കയറി വരാൻ പറ്റാത്തതുകൊണ്ട് ഫയർഫോഴ്സും ആംബുലൻസും പോലീസും എല്ലാവരും വന്നു.